ഞങ്ങൾ വലിയ പ്രതീക്ഷയിൽ നമ്മളൊരു ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു സാധാ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്യുമെന്ന് നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറിയാണ് നമുക്കിനി പറയാനുള്ളത്. സോ വേറൊന്നുമില്ല. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈം ഈസ് മണി. സോ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് വളരെ വലിയൊരു സാമ്പ്രദായം തന്നെയാണ്. സോ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളിൽ നല്ലൊരു ഫോളോവേഴ്സ് തന്നെ ഉണ്ട് ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്ന ഒരു പേജിന്. സോ അതെല്ലാം കണ്ടുകൊണ്ട് പലരും ചെയ്യുന്നു, പല ഫോറിനേഴ്സും ചെയ്യുന്നു, ഈവൻ ഇന്ത്യക്കാരിലും ചെയ്യുന്നു, കേരളത്തിലുള്ളവരും ചെയ്യുന്നു. അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മളും ഈ ഒരു സെറ്റപ്പ് ചെയ്യാം എന്നുള്ളൊരു ഒരു തീരുമാനം എടുക്കുന്നത്. സോ അതിന് ശേഷം ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കി. സോ ഫസ്റ്റ് എല്ലാം കണ്ട് പഠിച്ച് അറിഞ്ഞതിന് ശേഷമാണ് ഫസ്റ്റ് നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടത്, ഹൗ ടു സ്റ്റാർട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളെല്ലാം ആ വീഡിയോസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, സപ്പോർട്ടീവായിട്ടുള്ള കമൻറ്റ്സ് ആയിരുന്നു. പാർട്ട് 2-ൽ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്ന ഒരു സെറ്റപ്പായിരുന്നു ആ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ. സോ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് സെക്കൻഡ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യുമെന്നാണ് നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നത്. സോ അതാണ് നമ്മൾ ഇവിടെ ആ ഒരു സെറ്റപ്പ്, അത് പാർട്ട് 2 ചെയ്തപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തപ്പോൾ ആ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് മൊത്തത്തിൽ അടിമുടി ഫെയിൽഡാണ് ചെയ്തത്. സോ എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. സോ ഈ ഒരു കാര്യം നമ്മൾ നോക്കിയപ്പോൾ ഫസ്റ്റ് ഷോപ്പിഫൈയിൽ ഫസ്റ്റ് ട്രയൽ 20 രൂപയ്ക്ക് സ്റ്റാർട്ടിംഗ് ആണ്. സോ ഇതെല്ലാം കൊണ്ടുകൊണ്ട് നമുക്ക് അഫോർഡബിൾ ആണെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഷോപ്പിഫൈയിൽ അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 5000-ഓളം രൂപ ഷോപ്പിഫൈയിൽ ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 4000 സംതിങ് എന്തോണം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ചെയ്യാൻ നോക്കിയപ്പോൾ ഗൂഗിൾ പേയിൽ ഒരു സ്കാനർ വന്നു, ഡയറക്റ്റായിട്ട് ഗൂഗിൾ പേയിൽ പോയി എമൗണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി കറക്റ്റായി നോക്കിയപ്പോൾ 4000 സംതിങ് എന്തോ ആണ് ആ ഒരു ഷോപ്പിഫൈയിൽ ചോദിച്ചു. 20 രൂപയാണെന്നും പറഞ്ഞ് തുടങ്ങിയത്. എന്തോ ഡെപ്പോസിറ്റ് ആണെന്നും പറഞ്ഞാണ് ഷോപ്പിഫൈ അവിടെ മാറിയത്. സോ അത് നമ്മൾ ഫണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഷോപ്പിഫൈയിൽ അങ്ങനെ അക്കൗണ്ട് എടുത്തു. സോ നമ്മൾ അതിന് മെയിനായിട്ട് പറഞ്ഞ ആ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറഞ്ഞത് ഒരു ഡൊമെയിൻ വേണമെന്നാണ്. ഡൊമെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് www. നമ്മുടെ ആ ഒരു ഷോപ്പിൻ്റെ പേരും ചേർന്നുള്ള ഒരു വെബ്സൈറ്റാണ്. സോ അത് നമ്മൾ വാടകയ്ക്ക് എടുക്കുക, അതായത് ആ റെൻറ്റിനാണ് ചോദിച്ചത്. ഏകദേശം 499 599 രൂപയാണ് അന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിന് നമ്മൾ റിസ്ക് എടുക്കാനൊന്നുമില്ല. അതിന് നമ്മൾ ചെയ്തത് ഡയറക്റ്റായിട്ട് ഒരു ഡൊമെയിന് മൊത്തത്തിൽ വാങ്ങുക എന്നായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു ഓപ്ഷൻ. അതായത് ആ ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഒരു വെബ് ഡിസൈനിനെ കൊണ്ട് ആ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. സോ അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിന് മാത്രം നമുക്ക് 7000 രൂപയോളം അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. സോ അവിടെയാണ് നമുക്ക് ഫാൾട്ട് പറ്റിയത്. സംഭവം തുടങ്ങി 2-ാമത്തെ ദിവസം സൈറ്റ് വർക്കിംഗ് അല്ലായിരുന്നു. സോ വർക്കിംഗ് ആവാത്തൊരു സൈറ്റ് എങ്ങനെ ഇത്രയും രൂപ എടുത്തെന്നും പറഞ്ഞാൽ നമ്മൾ ആ ഒരു വെബ് ഡിസൈനിങ് തമ്മിൽ നല്ല രീതിയിലുള്ള സംസാരമായിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ആ ഒരു വെബ് ഡിസൈനിങ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് നമ്മൾ മേക്ക് ചെയ്തു. ആളെ വെച്ചാണ് ചെയ്തത്, നല്ലൊരു പ്രൊഫഷണലാണെന്ന് പറഞ്ഞാണ് ചെയ്തത്. സോ പല സൈറ്റിൻ്റെയും ലിങ്ക് എടുത്ത് അവർ ചെയ്തതാണെന്നും പറഞ്ഞിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പേര് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. സോ അതാണ് നമ്മൾ ആദ്യത്തെ ഫീൽഡ് അവിടെ ഉണ്ടായത്. സോ ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ആ ഒരു ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഡൊമൈൻ പിറ്റേ ദിവസം തൊട്ട് വർക്കാവുന്നതെന്ന് വെച്ചാൽ കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. സോ സിംഗിൾ പേജ് ആയിട്ടുള്ള ഡൊമൈൻ്റെ ആയിരുന്നു. സിംഗിൾ പേജിനാണ് 6000-7000 രൂപ റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് 9000 രൂപയ്ക്കുള്ളത് വലിയ അഡ്വാൻസ്ഡ് എന്നും പറഞ്ഞാണ് അവർ പറഞ്ഞത്. സോ നമ്മൾ ഇവിടെ ചെയ്തത് ഡൊമൈൻ നമ്മൾ മേടിക്കാൻ നിന്നില്ല. അതായത് 490 രൂപയ്ക്ക് 2 മാസത്തേക്ക് വാങ്ങിക്കാതെ ഒരു ഫുള്ളായിട്ട് ഒരു 6000 സംതിങ്ങിന് എന്തോ ആണ് നമ്മൾ ആ ഒരു വെബ്സൈറ്റ് നമ്മൾ ചെയ്തത്. പിന്നെ അങ്ങോട്ട് അടിമുടി ഫെയിലായിരുന്നു. അവിടെയാണ് നമ്മുടെ കഷ്ടകാലം തുടങ്ങിയിട്ടുണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ഡാർക്ക് എന്ന് വെച്ചാൽ ഡാർക്കസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അമ്മായൊരു ഡാർക്കായിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ഒരു 6000 രൂപ ഈ ഒരു ഡൊമൈനിന് വേണ്ടി മാത്രം ചിലവ് ചെയ്തു. പിന്നെ 5000 രൂപ നമ്മൾ ആ ഒരു ഷോപ്പിഫൈക്ക് വേണ്ടി ചിലവ് ചെയ്തു. ഏകദേശം 11,000 രൂപ അവിടെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ പിന്നെ വിചാരിച്ചത് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ സാധനം എടുത്ത് പിന്നെ ഇവിടെ നിന്ന് റീസെല്ലിങ് ചെയ്താലും നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുമെന്നാണ് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ വിചാരിച്ചത്. മൊത്തത്തിൽ ടോട്ടലി ഡൗൺ ആയിപ്പോയി. സോ അടുത്ത് എന്ത് ചെയ്യണം എന്നൊരു പിടുത്തമൊന്നുമില്ല. കാരണം വെച്ചാൽ പിന്നെ ഫസ്റ്റ് റീസൺ ഇത് നമ്മൾ ആരും കടം വാങ്ങിച്ച പൈസയില്ല. അതാണ് അതിൽ മെയിനായിട്ടുള്ള കാര്യം. കടം വാങ്ങിച്ചിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ വീണു പോയതിന്, അവർക്ക് കടക്കാരനായതിന്. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പോയതുകൊണ്ട് പിന്നെ ആരും അറിഞ്ഞതുമില്ല. പിന്നെ അതാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇത്ര ലാഗ് ചെയ്ത്. പലരും വന്ന് ചോദിക്കുന്നുണ്ട് സെക്കൻഡ് പാർട്ട് എവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അതാണ് നമ്മൾ ഇത് ഇടാത്ത. ഒരിക്കലും ഒരു ഫെയിൽഡായ കാര്യം നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സോ അതാണ് നിങ്ങളും കൂടെ ഈ ഒരു സ്റ്റോറി അറിയണമെന്നുണ്ടായിരുന്നു. സോ നമ്മൾ ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന ഒരാളെ കണ്ടിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നുള്ളൂ. സോ നമ്മളിത് ഗീവ് അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സോ എനിക്ക് വേണമെങ്കിൽ ഇത് സക്സസ് ആയെന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്യാമായിരുന്നു, നിങ്ങളെ പറ്റിക്കായിരുന്നു. സോ അതിൻ്റെ ആവശ്യം ടൈം ഈസ് മണി എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിന് നമുക്ക് ആവശ്യമില്ല. സോ നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളെ
വഞ്ചിക്കുന്നതും പറ്റിക്കുന്നതൊന്നുമല്ല നമ്മളെ ഒരു സെറ്റപ്പ് എന്ന് പറയുകയാണെങ്കിൽ പറയാം. സോ എന്തായിരുന്നാലും നമ്മളിത് ഗീവ് അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, വീണ്ടും ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. സോ അതിന് വേണ്ടി കുറച്ച് സമയം കൂടി എടുക്കും. കാരണം 2025 നമ്മളിത് സെറ്റ് ചെയ്തിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പോയ എമൗണ്ട് നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്തെടുക്കണം. വളരെ ഹ്യൂജ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ്. പിന്നെ ഈ ഒരു ഡൊമൈൻ അടിച്ചു പോകുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമെന്നാണ് പിന്നെ നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലായത്. ഒരുപാട് യൂട്യൂബേഴ്സ് ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിങ്ങും അതുപോലെ തന്നെ അവരായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യപ്പോഴും ഈ ഒരു വെബ്സൈറ്റ് ചുമ്മാ ഇങ്ങനെ ലാഗായി അടിച്ചു പോകുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മളെ പ്രമുഖ യൂട്യൂബേഴ്സ്. കാർത്തിക് സൂര്യ കുറച്ച് സൈറ്റ്, അദ്ദേഹത്തിൻ്റെ ടീഷർട്ട് പ്രിൻറ്റിങ് ബിസിനസ്സിലോ ഇതുപോലെ സൈറ്റ് കാര്യങ്ങളെല്ലാം പോയെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വ്ളോഗും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. പിന്നെ നമ്മളെ സമയം കൂടെ മോശമായതുകൊണ്ട് അടിച്ചു പോയി. സോ അതൊന്നും നിങ്ങൾ ഓർത്ത് വെറി ചെയ്യേണ്ട. നമ്മളൊരു വീഡിയോ സെക്കൻഡ് പാർട്ട് ഇറക്കുമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഇറക്കും. സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഒരു മാനസികാവസ്ഥയും കൂടെ നിങ്ങളൊന്ന് പരിഗണിക്കുക, അതാണ് നമുക്ക് പറയാനുള്ളത്. സോ അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ എന്തായിരുന്നാലും നമ്മൾ ഇത്ര വരെ എത്തിച്ചത് നിങ്ങളാണ്. സോ ആ ഒരു സ്നേഹവും കടപ്പാടും എല്ലാം നിങ്ങളോട് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഇത് ഒരിക്കലും പറ്റിക്കാൻ വേണ്ടി നമ്മൾ നോക്കില്ല. സോ എന്തായിരുന്നാലും നമ്മൾ സെക്കൻഡ് പാർട്ട് ചെയ്യും, അത് ഉറപ്പായി. ഡ്രോപ്പ് ഷിപ്പിംഗ് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സംഭവം തന്നെയാണ്, അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും. അതിൻ്റെ വീഡിയോ ഈ ടൈം മിസ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ തന്നെ വന്നിരിക്കും. സോ ഗീവിങ് അപ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഈ ഒരു ചാനലിലില്ല, നമ്മുടെ മൈൻഡ് സെറ്റിലേ ഇല്ല. സോ നമ്മൾ ഈ ഒരു ചെയ്യുന്ന കാര്യം നിങ്ങളും കൂടെ അറിയുമെന്ന് വിചാരിച്ചു. ഫെയിൽഡ് ആയിട്ടുള്ള കാര്യം എല്ലാവരും മറിക്കാനേ നോക്കുകയുള്ളൂ. സോ നമ്മളത് ഓപ്പണായിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. സോ എന്തായിരുന്നാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തൊക്കെ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. ഉറപ്പായിട്ട് നമ്മൾ ക്ലിയർലി ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ വൺസ് അഗൈൻ വി ആർ ടെല്ലിങ് ടൈം ഈസ് മണി ബ്രോ.